നമസ്കാരം. ന്യൂസ് മലയാളം ചാനലിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ബീന ജയൻ, കോമളപുരം രേവതി ഹോട്ടലിന്റെ നട്ടല്ലെന്നൊക്കെ പറയാം. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നുണ്ട്. ഞാനൊന്ന് മാറിക്കാണ്, കുറച്ചും കൂടെ നിന്നാ പണി പോകുന്ന അറിയാന്നുള്ളത് കൂടെ ഞാൻ വന്നേ ഉള്ളൂ. മയക്ക് കിട്ടിയതല്ലേ? അതെ അതെ. അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് എന്റെ പണി പോകുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ അല്ലേ പറ്റും. അതാണ് ഒരു അവസരം കിട്ടുമ്പോ എന്റെ നെഞ്ചത്ത്. ഓക്കെ ബീന ചേച്ചി, എന്തോ ഹാപ്പി ആണോ? ഹാപ്പിയാണോ? ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിന്നിപ്പം ബീന ചേച്ചിയെ കുറിച്ച് പ്രത്യേക ഒരു ഇൻട്രോ പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരിക്കും. സോഷ്യൽ മീഡിയ സെൻസേഷൻ ബീന ജയൻ. ബീന ചേച്ചിയുടെ രേവതി ഹോട്ടലിന്റെ വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ ഓണ ദിനത്തിൽ ഓണവിശേഷം. അപ്പൊ പൊളിക്കാം. കുറെ കാര്യങ്ങൾ സർപ്രൈസ് ഉണ്ടോ? ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് കാണാം സർപ്രൈസ്. പോയാലോ? പോകാം. ഓക്കെ, ബീനേച്ചി, ഇതാണ് നമ്മുടെ സാമ്രാജ്യം. ജീവവായു എന്നൊക്കെ പറയാം. ബീനേച്ചി, ശരിക്കും പറഞ്ഞാൽ നമ്മള് തിരുവോണം അല്ല ഓണമാണ്. അപ്പൊ ഓണാകുമ്പോഴത്തേക്കും സാധാരണ നമ്മളൊരു സദ്യയൊക്കെയാണ് അല്ലെ. പക്ഷെ ഞാൻ നിൽക്കുന്നത് ബിരിയാണിയുടെ നടക്കാണ് കേട്ടോ. അങ്ങനെയൊന്നും ഇല്ലല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും ബിരിയാണി ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ വരുമ്പോഴത്തേക്കും ബിരിയാണിക്ക് പറ്റും. തന്നോ ചേച്ചി? പിന്നെ ഞാനാ എല്ലാം മെയിൻ. ഇവിടെ ഞാനാ. വേണമെങ്കിൽ ഞങ്ങള് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്കും കടയുടെ ഫ്രണ്ടിൽ ലേഡീസ് സ്റ്റാഫുകൾ ആവശ്യമുണ്ടെന്നുള്ള ബോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പോകുമ്പോ അവതാരക കൂടെ കാണും. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ കുക്ക്. ഓക്കെ ചേട്ടാ, ഹാപ്പി ഓണം. എന്താ വിശേഷങ്ങൾ പറ. അല്ല, ആദ്യം പേര്. പ്രതീഷ്. ചേട്ടാ, എന്തൊക്കെയാ ഓണ വിശേഷങ്ങൾ? എന്തൊക്കെയാ? ഓണവിശേഷം അടിപൊളിയായിട്ട് പോകുന്നു. ബീന ചേച്ചിയുടെ കൂടെ കൂടിയിട്ട് എത്ര കാലമായി? 10 വർഷം. 10 വർഷമായിട്ട് ഒപ്പമാണ്. 10 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് പൊക്കോളാം, എന്നാലും പോകത്തില്ല. ഇവിടെ വിട്ട് വേറെ എങ്ങോട്ടും ഇല്ലെന്നാ പറഞ്ഞേക്ക്. അത് എന്റെ പെങ്ങളെ ഇട്ടിട്ട് എങ്ങും പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്ത് വേണമല്ലേ? ജ്യോതി ചേച്ചി, ബീന ചേച്ചി കണ്ട് പരിചയപ്പെടുന്നതിന് മുമ്പേ ഡാൻസ് ചെയ്യോ? ഒന്നും അറിയത്തില്ല. ഒരു സ്റ്റേജിലാ ഒരു ഇതിന്റെ മുമ്പിൽ ഒന്നും ഇതുവരെ പോയിട്ടില്ല. ഞങ്ങളുടെ എല്ലാ ധൈര്യം മീനാശി വന്നിരിക്കുന്നത്. ഓക്കെ, ചേച്ചി പേര്? ബിന്ദു. ബിന്ദു ചേച്ചി അങ്ങനെ തന്നെയാണോ? ഇവിടെ വന്നാണോ ഡാൻസ് ഒക്കെ? ഇവിടെ വന്നത് ആണ്. ഇത് സുജാത ചേച്ചി, ഡാൻസ് ഇവിടെ വന്ന് ഞങ്ങളെ കാണിക്കും, ഞങ്ങൾ അതുപോലെ ചെയ്യും. മിനി ചേച്ചിയും അങ്ങനെ തന്നെയാണോ? ഇവിടെ വന്ന് പഠിച്ചതാ. വന്ന് പഠിച്ചത് എല്ലാരും. ഞാൻ തിരുവാതിരയൊക്കെ എനിക്കറിയാം. ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നതാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചേട്ടാ സുരേഷ് ചേട്ടൻ റീൽസില് നിങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. മൈക്കൽ ജാക്സൺ. ബീനേച്ചി ആദ്യമായിട്ട് പറഞ്ഞല്ലോ നമുക്ക് എന്നാ ഒരു റീൽസ് എടുക്കാം എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം? അയ്യോ, അങ്ങനെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ എപ്പോഴും പാട്ടിട്ടായിരുന്നു. പാട്ടിനനുസരിച്ച് ഞാൻ തുള്ളും, ഇവരും തുള്ളും. അങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ഉണ്ണി മൊബൈലിലെടുത്ത് അപ്പൊ പിറ്റേ ദിവസം ഇത് ഞങ്ങളെ കണ്ടത്. ഇന്നലെ നിങ്ങൾ ഇവിടെ കിടന്ന് പാട്ട് വെച്ച് ഡാൻസ് കളിച്ചാൽ എല്ലാരും പറഞ്ഞു ഇത് ചുമ്മാ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ. പോസ്റ്റ് ചെയ്ത ആൾക്കാരെല്ലാം കൂടെ നമുക്കിനി ഇതിനങ്ങ് റൗണ്ട് ചെയ്ത് ഓണം വൈബിലോട്ട് പോയാലോ? വാ, ചേച്ചി മാത്രമേ ഇവിടെ ഒരു ഓണം വൈബിലുള്ളൂ, എന്നെ പോലെ. നമ്മൾ ഈ തെക്കൻ കേരളത്തിലെ സദ്യ വേറെ, മധ്യ കേരളത്തിലെ സദ്യ വേറെ, വടക്കൻ കേരളത്തിലെ സദ്യ വേറെ, അങ്ങനെയാണ്. ആലപ്പുഴയില് കൂടുതലും എന്തിന്റെ ഒരു ഇപ്പൊ തെക്കൻ കേരളത്തിന്റെ കൂടുതൽ ഇൻസ്പിറേഷൻ ആണോ അതോ? അല്ലല്ല, എനിക്ക് തോന്നുന്നത് അതാണ്. ഞാൻ ഒരുവിധം ജില്ലകളിലെ എല്ലാം അങ്ങോട്ട് കോഴിക്കോട് ആ ഭാഗത്തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ബാക്കിയുള്ള കുറച്ച് കഴിച്ചിട്ടുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ആലപ്പുഴയിലെ പൊതുവിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ല, ആലപ്പുഴയിലെ കല്യാണ സദ്യയാണ് പൊതുവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. ഞങ്ങളെ ഹോട്ടലിലും ആ രീതിയിലാണ്. പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ ചില കറികൾക്കൊക്കെ ഇത്തിരി മധുരം മുന്നിൽ നിൽക്കും. ചേച്ചി ഉണ്ടാക്കിയ ഡിഷ് ഏതാ ഇതില്? പെട്ടു അപ്പൊ ഇതിലൊന്നും സ്വന്തമായിട്ടില്ല, ഞങ്ങള് സഹായിച്ചു കൊടുക്കും. ഓക്കെ,
ഏറ്റവും കൂടുതൽ സഹായിച്ച ഏതിനായിരുന്നു? അവിയലിലാണോ? പച്ചക്കറിക്കും ചേന അരിഞ്ഞു കൊടുക്കണം, തേങ്ങ ഇരമ്പി കൊടുക്കണം. എനിക്കുണ്ടല്ലോ, എനിക്ക് വീട്ടിലും ഓണസം നമ്മൾ ജോലി കിട്ടിയതിന് ശേഷം ഓണത്തിനൊന്നും അങ്ങനെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. അല്ലാത്ത സമയങ്ങളിൽ എന്റെ ഓണത്തിന്റെ ഏറ്റവും ഈ സങ്കടകരമായ ഓർമ്മ എന്ന് വെച്ചാൽ തേങ്ങ തിരികെ കൈ പൊളിയുന്ന സംഭവം. എന്തോരം തേങ്ങ തിരികെ തീരുമില്ലല്ലോ വീട്ടിൽ. പക്ഷെ എപ്പോഴും തേങ്ങ തിരുമലോട് തിരുമല. ഞങ്ങളെല്ലാം പെട്ടെന്ന് സഹായിച്ചു കൊടുക്കും. പിന്നെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് എല്ലാം കറി പെട്ടെന്നാക്കും. ചേച്ചിയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഓ നോ. ഞാൻ മാത്രമല്ല, എന്റെ ഹസ്ബൻഡ് പ്രജീഷ്, ഞങ്ങളെല്ലാരും കൂടെ ചെയ്യും. എന്നാലും സദ്യയൊക്കെ വന്നാൽ ഭൂരിഭാഗം സാധനങ്ങളും ഞാനാണ്. പക്ഷെ ഇതിനകത്ത് ഒരു മാസ്റ്റർ പീസ് സാധനമുണ്ട്, പായസം. ഹസ്ബൻഡാ. ഓ ശരി, ജയൻ ചേട്ടനാണ്. ഓക്കെ ഓക്കെ. പായസം എത്തിയിട്ട് കുടിച്ചു നോക്കിട്ട് ആദ്യം ഒന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ. കൊറേ വർഷമായി ചേച്ചി ബിരിച്ചിട്ട് കൂടെ വന്നിട്ട്? 10 വർഷം. ആ ഓക്കെ. ചേച്ചിയോ? ഞാൻ 7 വർഷമായി. ഓക്കെ. ചേച്ചി ഓണത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നു. നമ്മളെ ഇന്ന് ഇപ്പൊ ഓണമാണ്, എന്നും അവിയലും സാമ്പാറും എല്ലാം ഉള്ളു. അതാണ് നമുക്ക് ഓണം ഒരു. ചേച്ചി എന്താ വിശേഷം? ഓണ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഡാൻസ് പഠിത്തമൊക്കെ എങ്ങനെ തോന്നുന്നു? ഡാൻസ് ഒന്നും അങ്ങനെ കയറാറില്ല. ചേച്ചി വഴക്ക് പറഞ്ഞ് ഏറ്റവും ഇപ്പം ഡാൻസ് കളിച്ച് നിങ്ങൾക്ക് ഇപ്പൊ വൈറലാണല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പം വീട്ടിലിപ്പൊ കുടുംബത്തെ ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് ചോദിക്കാറുണ്ടോ? ഇത് ഞാനെങ്ങും പോയിട്ടില്ല ഫംഗ്ഷന്. ഏതാ ചേച്ചിയുടെ മാസ്റ്റർ പീസ് ഡിഷ് ഏതാ ഓണത്തിന് വീട്ടിലുണ്ടാക്കുന്നേ? സത്യം പറഞ്ഞാൽ ചേട്ടനാണ് എല്ലാം. കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കിയെടുക്കൊക്കെ ചെയ്യും. പിന്നെ ചെറുതായിട്ടൊന്ന് സഹായിച്ചു കൊടുത്താൽ മതി. വീട്ടില് മക്കളൊക്കെ ഉണ്ടോ? 2 ഇരട്ട പിള്ളേരെ, പെൺപിള്ളേരെ. സ്കൂളിൽ പഠിക്കാ? 8ൽ പഠിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ തന്നെയാണോ? ആലപ്പുഴ തന്നെയാണോ സ്ഥലം? ഞാനേ ഉള്ളു ഇച്ചിരി ദൂരത്ത്, കാവുങ്കലം എന്ന് പറയും. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം. പ്രൈവറ്റ് ബസ്സുകാർക്കൊക്കെ ഒരുപാടുപ്പെട്ടവർക്കൊക്കെ അറിയാം. ഇവിടെ പറ്റേ കൊണ്ട് ചവിട്ടിത്തരും. ഡാൻസ് കളിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ക്ലിക്ക് ആകുന്നില്ല. അത് കാരണം ആകപ്പാട് ഒരു മനപ്രയാസം. എനിക്ക് ശരിക്കും ഇവിടെ എല്ലാരെയും വന്ന് കണ്ടപ്പോഴേ, ചേച്ചിനെ കണ്ടപ്പോ എനിക്ക് ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. അതോ വീട്ടില് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു മുഖത്തിലുണ്ടോന്ന് അറിയില്ല. വേറെ ആരെങ്കിലും എവിടെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ആരാ? അയ്യോ ഉണ്ണി ഉണ്ടായിരുന്നു, എപ്പോഴും പറയാം ഒരു വത്സല മേനോന്റെ ഒരു ഷേപ്പില്ലേ സിനിമ നടി. ആണോ? എങ്ങനെ ഇനി കഴിക്കില്ല, ഇനി ഇവിടെ ഒന്നും അല്ല, ഇനി തീർന്നു. വത്സല മേനോന്ന് കേട്ടപ്പോഴേ ആള് അതായി. പായസം അടിപൊളി ചേച്ചി. ചേച്ചി എന്താണെന്നറിയോ, സാധാരണ ഞാൻ അങ്ങനെ പായസം കഴിക്കാറില്ല. കാരണം ഭയങ്കര മധുരമായിരിക്കുമല്ലോ. ഇതിന് കറക്റ്റ് മധുരം. ജയൻ ചേട്ടനാണ് ഈ പായസം ഉണ്ടാക്കിയത്. അതായത് ദീന ചേച്ചിയുടെ എല്ലാമായ ജയൻ ചേട്ടൻ. അപ്പൊ പായസം കഴിഞ്ഞ് നമുക്ക് ഓണ വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ, അപ്പം നല്ലൊരു ഓണസദ്യയൊക്കെ കഴിച്ചു. ഇനി ഓണവിശേഷമാണ്. നമ്മൾ ഇത്രയും നേരം ഇപ്പം വീണ ചേച്ചി വന്നപ്പോൾ സംസാരിച്ചു. അതേപോലെ തന്നെ മറ്റ് ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും വിശേഷങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ കണ്ടു. മെയിൻ വിശേഷങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. പക്ഷേ ഈ കടയുടെ എല്ലാം ആയ നമ്മുടെ ജയൻ ചേട്ടൻ ഇതുവരെ ഒന്നും മിണ്ടിയില്ല. ജയൻ ചേട്ടാ ഹാപ്പി ആണോ? നല്ല പായസമായിരുന്നു കേട്ടോ ജയൻ ചേട്ടാ. എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ അതില്? ഇല്ലില്ല, ഒന്നുമില്ല. ചെറുപ്പം മുതലേ പായസം ഇഷ്ടമായിരുന്നു. കുഞ്ഞുനാള് മുതൽ എൻ്റെ ഒരു ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ അമ്മ വഴക്കുണ്ടാക്കും. അമ്മ എല്ലാ ദിവസവും എനിക്ക് ആഴ്ചയിൽ 2-3 ദിവസം പായസം ഉണ്ടാക്കി തരും. അത് മാത്രമേ ഇഷ്ടം. അതൊരു എന്താ ഇച്ചിരി ശർക്കര ഇച്ചിരി ഇത് കലക്കി തരുന്നതായിരിക്കാം, പക്ഷെ അത് ഭയങ്കര ഇഷ്ടമാണ്. രേവതിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? രേവതി എന്ന് തന്നെ എൻ്റെ നക്ഷത്രമാണ് രേവതി.
ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ മോളോട് നമ്മള് ഓണർ സംസാരിച്ചില്ലെങ്കിലും ഓഫ് എയർ സംസാരിച്ചപ്പം പേര് അമേയാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അപ്പം ഇതല്ലേ രേവതി? അമ്മയാ ഉണ്ടാകുന്നതിന് മുമ്പേ രേവതി ഉണ്ടായി. അവിടെയാണ് ഇപ്പൊ രേവതി ഉണ്ടായിട്ട് 10-28 വർഷമാണ്. അപ്പൊ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ആദ്യം ബീര എന്ന് പറഞ്ഞ് ഇടാന്ന് പറഞ്ഞപ്പോ അതൊരു സുമാറില്ലാന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞങ്ങൾ അല്ല ആ പേരിൽ ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോ ഒരു വല്ലാത്തൊരു എപ്പോഴും കളിയാക്കും അല്ലെ ബീന എന്ന് പറയുമ്പോ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ടാണ് അപ്പൊ എന്റെ നഷ്ടത്തെ രേവതി. കുഴപ്പമില്ല, അങ്ങനാണ് രേവതി വന്നത്. ഓക്കെ, ഇപ്പം രേവതി എല്ലാവർക്കും അറിയാം. അത് കൂടുതൽ അറിയുന്ന ഭക്ഷണത്തെക്കാളും ബീന ചേച്ചിയുടെ ടീമിന്റെ ഇപ്പോഴാണ് ഫേമസ് ആയത്. അതിന് ബീന ചേച്ചി വേണ്ടി വന്നു. ഒരു കുറ്റബോധം തോന്നുന്നു ബീന നിൽക്കാൻ മതി. അതുമല്ല, ഞാൻ കാരണമാണ് അങ്ങനെ ആയത്. പറയാതിരിക്കാൻ ഞാനാണ് പാർട്ടി സെലക്ട് ചെയ്ത് കൊടുക്കും. ഞാൻ ഇന്നത് ഓരോ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒക്കെ കാണുമ്പോൾ ഞാൻ ഇന്നത് ചെയ്യണം വിട്ടുകൊടുക്കും. രേവതിയുടെ എല്ലാമായ ബീന ചേച്ചിയുടെ പിന്നെ തൊട്ടടുത്ത ആൾ അമ്മയാണ്. അമ്മയെ പറ, ഓണമാണ്. ഹാപ്പി ഓണം. എന്തൊക്കെയുണ്ട് ഓണ വിശേഷം? വിശേഷമായിട്ട് കുഴപ്പമില്ല. നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു? നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ സൈലത്തിലാകും. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളിയായിട്ട് പോകുന്നു. അടിപൊളി. അമ്മയുടെ ഈ റീൽസ് ഒക്കെ കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാറ്? ഫ്രണ്ട്സും എല്ലാരും സ്കൂളിലാണ്. സ്കൂളില് ടീച്ചർമാരൊക്കെ പറയും, പ്രിൻസിപ്പൾ വരെ റീലൊക്കെ കണ്ടിട്ട്. അമ്മയ്ക്ക് ചേട്ടനുണ്ട്. ചേട്ടന്റെ പേര് അജയ് സൂര്യ. അജയും അമ്മയും. ഓക്കെ, അപ്പൊ ചേട്ടൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചേട്ടൻ ജർമ്മനിയിലാണ് കഴിഞ്ഞിട്ട്. രണ്ട് മക്കളും കട്ട സപ്പോർട്ടാണ് ചേച്ചി. രണ്ട് മക്കളും ഭർത്താവും സ്റ്റാഫും എല്ലാവരും. ഭർത്താവിന്റെ ബന്ധുക്കളും. ഹായ് ചേച്ചി, പറ വിശേഷങ്ങൾ പറഞ്ഞേ, ഓണ വിശേഷങ്ങൾ പറഞ്ഞേ. ഹാപ്പി ഓണമായിട്ടിരിക്കും. രേവതിയിലെ ഓണമായിട്ട് എന്താ വിശേഷം? ടൂറൊക്കെ പോകുന്നുണ്ട്. അതിവിടെ പറയുന്നത് കേട്ടോ, ഇത്തവണ ഓണം കഴിഞ്ഞിട്ട് ഇവരൊരു ടൂറൊക്കെ പോകുന്നുണ്ട്. ടൂർ കൊണ്ടുപോകുന്നത് ബീനേച്ചിയും ജയഞ്ചേട്ടനും കൂടെയാണ്. അതിന്റെ വിശേഷത്തിലേക്ക് നമുക്ക് വരാം. ഇനി വേറെ കുടുംബമായിട്ടൊക്കെ ഉള്ള ഓണം? കുടുംബമായിട്ട് കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് പോകുന്നു ഓണത്തിൽ. വരുന്ന ബസ്സിലടക്കം ഫാൻസ്. അതെ അതെ, ഓട്ടോ ഫാൻസ്, ഓട്ടോ ഫാൻസ്, പ്രൈവറ്റ് ബസ്സിൽ ടിക്കറ്റ് എടുക്കണ്ട. ഇപ്പം റീൽസ് ഒക്കെ വന്നു, ഇതെല്ലാം വൈറലായി. അതിനുശേഷം ഉള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഒരു പെരവച്ചതിന്റെ പുറത്ത് നല്ലൊരു ബാധ്യത നിൽക്കുമ്പോഴാണ് ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ വന്ന ശേഷം ഇപ്പൊ 2 വർഷമാകുന്നു. ഒരുമാതിരിയൊക്കെ എനിക്ക് ബാധ്യതയൊക്കെ മാറി പിടിച്ചു നിൽക്കാൻ പറ്റി. ഓണമായിട്ട് എന്തൊക്കെ വിശേഷം? ഓണ വിശേഷങ്ങൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ചേട്ടനുണ്ട്, മോളുണ്ട്, പിന്നെ ചേട്ടന്റെ അമ്മയുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പിന്നെ എനിക്ക് രേവതിയെ കുറിച്ച് പറയാൻ, അവർ രണ്ടുപേരും ജയൻ ചേട്ടനും മീനാക്ഷിയൊക്കെ നല്ല പെരുമാറ്റം, നമ്മളോടൊക്കെ നല്ല സ്നേഹവും സാമ്പത്തികമായിട്ടും എല്ലാ വിധത്തിലും നമ്മുടെ ഒത്തൊരുമയായിട്ട് നമ്മൾ നിൽക്കും. മോളാണേലും ഒരു അങ്ങനെ പാവക്കൊച്ചാണ്. എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം കൈവേദന കാലുവേദന എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് നാട്ടുകാർ നോക്കുമ്പോ ഇൻസ്റ്റയില് 3 റീല് വരുന്ന വഴി എല്ലാവരും പറയും കാലപ്പടി വയ്യാഴിക, ഡാൻസിനൊരു കുഴപ്പവും ഇല്ല. എല്ലാവർക്കും നല്ല വരുന്ന വഴിയൊക്കെ എല്ലാവരും നല്ല കമന്റ്, നല്ല ഇതൊക്കെയാ. എനിക്കൊരു മോളുണ്ട്, ഒരു മോനും ഉണ്ട്. മോടെ മക്കള് 2 പേർക്ക് ഹായ്. 2 പേർക്കും ന്യൂസ് മലയാളത്തിന്റെ വക മക്കൾക്കും 2 കൊച്ചുങ്ങളുണ്ട് പിള്ളേര്. എല്ലാവർക്കും ഹായ്, സന്തോഷം, ഹാപ്പി ഓണം. ചേച്ചീനെ കുറിച്ച് പറയുമ്പോഴത്തേക്കേ എനിക്ക് തോന്നുന്നു മുരളി നമുക്ക് ഒരു വൈഡ് വെച്ചിട്ട് ഈ പൂക്കളം ഒന്ന് കാണിച്ചിട്ട് പോകാൻ തോന്നുന്നു. കാരണം ഈ പൂ മുഴുവൻ കൃഷി ചെയ്തത് ചേച്ചിയാണ്, ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ്. ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടണേ? രാവിലെ എഴുന്നേക്കുന്നു, ഇവിടേക്ക് വരുന്നു, രേവതിയിലോട്ട് വരുന്നു, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ എന്റെ കൂടെ തന്നെ രാവിലെ എഴുന്നേക്കും. അടുക്കളയിലും സഹായിക്കും. കടയുണ്ട്, കടയിലും പലചരക്ക്, അതിന്റെ കൂടെ കൃഷി, എല്ലാ കൃഷികളും ഉണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അടി വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്? കുറെ പേരുണ്ടല്ലോ അല്ലേ? അങ്ങനെ വഴക്കൊന്നുമില്ല, ഒന്നുമില്ല. എങ്കിലും ഇച്ചിരി മുളക് പൊടി കൂടി, നീയല്ലേ ആ മുളക് പൊടി സത്യം പറയട്ടെ, ഞങ്ങൾ അടുക്കള നിൽക്കുന്ന ഞങ്ങൾ ഒരടി ഒരടിയില്ല. എല്ലാം കഴിഞ്ഞു. ഓക്കെ ഓക്കെ, നമ്മുടെ കടയല്ലേ അല്ലേ? അങ്ങനെയാണ് മീനാക്ഷിയുടെ കടയെ ഞാൻ എന്താ പറയാ, മീനാക്ഷി ഞങ്ങള് കാണും. ആലപ്പുഴ തന്നെയാണോ സ്വദേശം ചേച്ചിയുടെ? എന്റെ സ്വന്തം വീട്
ഓക്കെ. വിപ്ലവ നായികയാണോ? അല്ല, ഞാൻ അത്തരക്കാരിയൊന്നും അല്ലെന്ന്. എന്റെ ഓണവിശേഷങ്ങൾ, ഓണമാണ്. ഓണവിശേഷം പറഞ്ഞു. രേവതിയിലാണ് ഓണമൊക്കെ. ഓക്കെ. ടൂറ് പോകുന്നതിന് മുമ്പ് ഫേഷ്യൽ ചെയ്യണം, ബ്യൂട്ടി പാർലർ പാർലറിൽ പോകണം, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വേണം നമുക്ക് ടൂറ് പോകാൻ. ഇവിടുത്തെ ബീനാമേം ഇവിടുത്തെ ജയൻ എന്ന് പറഞ്ഞ ആണ് നമുക്ക് എന്ത് പ്രതിസന്ധിയിലും നമ്മളെ സഹായിക്കുന്നവരാണ്. ഏത് സാഹചര്യത്തിലും നമ്മളെ അവർ സഹായിച്ച് നമ്മളെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. അവർ ഒന്നിനും നമ്മൾ തഴയത്തില്ല. വീടൊന്നും ഇല്ലായിരുന്നു, എനിക്ക് വാടകയ്ക്കായിരുന്നു. അപ്പൊ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതൊക്കെ സ്വന്തമാക്കിയത്. അപ്പൊ അവരുടെയൊക്കെ സഹായവും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കും വലിയ സന്തോഷമാണ്. എനിക്കും എന്റെ പ്രേക്ഷകർക്കും ഒക്കെ ഭയങ്കര സന്തോഷം വിനേശി. അല്ല, അത് അവര് ജോലിക്കാർ ആത്മാർത്ഥമായിട്ട് നിന്നാലേ ഒരു സ്ഥാപനം മുന്നോട്ട് പോകാം. അവര് പറയുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, പക്ഷെ അവരുടെ ഫുൾ സപ്പോർട്ടും സഹകരണവും ആത്മാർത്ഥതയും ഈ പറയുന്നവരെ, ഈ പറഞ്ഞില്ലേ ഇവരൊക്കെ ഒന്ന് വയ്യാതെ വീട്ടിൽ പനി പിടിച്ചിടന്നാലും കടയിൽ ആളില്ലെന്ന് വെച്ചാൽ ആ സെക്കൻഡിൽ അവർ ഓടി വരും. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് നടക്കുന്നതാണ്. കേട്ടോ, എൻ്റെ മുഖം ഒന്ന് മാറി, എൻ്റെ മുഖത്തൊരു സങ്കടം, ആ ഒരു ഫീല് കണ്ടു കഴിഞ്ഞാൽ ഓരോന്നും പറയാൻ നടക്കും. എന്നെ പറ്റി വിനാശി, എന്നെ പറ്റി വിനാശി. പിന്നെ ഞാൻ നടിയാവും അവിടെ. കാരണം ഞാൻ ഒന്നുമില്ല, ഞാൻ എൻ്റെ ആ ഫീലൊക്കെ അങ്ങ് മാറ്റി. നമ്മള് ഹോട്ടൽ നടത്തുമ്പോൾ ഉള്ള പ്രധാന ഒരു കാര്യമാണ് അത്. ചേച്ചി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സന്തോഷകരമായ ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ മോടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതിനെല്ലാ എൻ്റെ സ്റ്റാഫും ഇവിടെ ഉള്ള ജയൻചേട്ടനും ബീനാച്ചി എല്ലാവരും വന്ന് എല്ലാവരും അത് പങ്കെടുത്ത് അതിനകത്ത് എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ഞങ്ങൾക്ക് ചെയ്തു തന്നു എൻ്റെ മോടെ കല്യാണത്തിന്. അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ വന്ന് ബീനാച്ചി ഡാൻസ് പഠിപ്പിക്കുന്നു. അതിനകത്തൊക്കെ വലിയ സന്തോഷകരമായ നിമിഷം. ആശാനെ ഹാപ്പി ഓണം. ഇവിടുത്തെ എല്ലാമാണ്. പ്രേക്ഷകരെ പറ, വിശേഷങ്ങൾ പറ. നല്ല വിശേഷങ്ങളാണ്. എനിക്ക് ഞാൻ രാവിലെ വരുന്ന രേവതി കയറുന്ന വൈകുന്നേരം പോകും. പക്ഷെ സന്തോഷത്തോടെ തന്നെ തിരിച്ചും പോകുന്നത്. എന്തെങ്കിലും സങ്കടത്തോടെ പോവുകയാണെങ്കിൽ എൻ്റെ പെങ്ങളോട് എന്തെങ്കിലും ചോദിക്കും, മേടിച്ചോണ്ടേ പോകും. പെങ്ങളെന്ന് പറയുന്നത് ബീനേച്ചി. ഇനി ഒന്ന് മുതലാളിയാകാൻ ഇവരാരും സമ്മതിക്കില്ല. ചേട്ടാ ഹാപ്പി ഓണം. ഓക്കെ, എന്താ വിശേഷമൊക്കെ? ഇവിടെ ഈ നമ്മുടെ രേവതിയിലെ എല്ലാമാണെന്ന് കേട്ടായിരുന്നു. ആദ്യത്തെ സ്റ്റാഫാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ടുപേരാണ് ജയണ്ണും ബീനച്ചി. ഞാനിവിടെ വന്നിട്ട് എത്ര വർഷമായി? മോൾക്ക് 1.5 വയസ്സുള്ളപ്പോ 18 വയസ്സായി. 16 വർഷം. അല്ലുവാൾക്ക് 1.5 വയസ്സുള്ളപ്പോ ഞാൻ വന്നാണ്. ഇന്നവരെ അവര് എന്റെ മുഖത്ത് വെച്ച് ഒരു പറഞ്ഞിട്ടില്ല. എത്ര മേല ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് ജോലി ഏത് പൊള്ളുന്ന പനിയിൽ ഇവിടെ കാണും. എത്ര വയ്യെങ്കിലും രാവിലെ 6:30 വരുന്ന വെച്ചാൽ അവരുള്ള ആത്മാർത്ഥത്തോടെയാണ് ഞാൻ അങ്ങനെ വരുന്നത്. പുള്ളി മണി പറയും ഞാൻ നാളെ ലീവാ, വരത്തില്ല, ജോലിക്ക് വരത്തില്ല. ശരി മണി ലീവ് എടുത്തോ. നോക്കുമ്പോ പിറ്റേ ദിവസം 6:30 ഞാനേ കുറച്ച് സഹായിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയും. അങ്ങനെ ഒരാളാ. ഇപ്പം ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വേറെ എവിടെന്നെങ്കിലും ഒക്കെ നിങ്ങളെ പൊക്കിക്കൊണ്ടു ആൾക്കാർ വരുമായിരിക്കും. ഇങ്ങനെ 2-3 പേരെ കിട്ടിയാലേ. പക്ഷെ അവർക്ക് അന്നേരം ഞാനും കൂടെ ചെല്ലേ. അതെ. ചേട്ടാ ഹാപ്പി ഓണം. എന്താ വിശേഷങ്ങൾ? സുഖം. ഈ റീൽസ് പഠിക്കാനൊക്കെ ആദ്യം ബീനേച്ചി പറഞ്ഞ സമയത്ത് എന്തായിരുന്നു ഒരു പ്രതികരണം? എന്നെ കൊണ്ട് പറ്റും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഒരു റീൽ വൈകിട്ട് അന്ന് ആ റീൽ എടുത്ത് പോസ്റ്റ് ചെയ്തു. കഴിയുമ്പോ വന്നു ചേച്ചി അടുത്ത എപ്പോഴും അടുത്ത ഡാൻസ് പഠിപ്പിക്കണം ഇങ്ങനെ ചോദിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഓണമാണ്. പക്ഷെ നമ്മൾ സംസാരിച്ചോണ്ട് ഇരിക്കുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് ജയൻ ചേട്ടൻ മിസ്സിംഗ് ആണ്. കാരണം കസ്റ്റമർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജയൻ ചേട്ടൻ ഒരു ഓണപ്പാട്ടായാലോ? ഇവിടെ ആരും ഇരിക്കുന്നില്ല. സ്റ്റാഫാണ് നമ്മുടെ ജ്യോതി. കൊച്ചുകുടുംബത്തിൽ കൂട്ടാണെന്നും അതിരുകളില്ല മതിലുകളില്ല അടിപൊളി. അപ്പം ബീന ചേച്ചി, ജയൻ ചേട്ടാ, ചേച്ചി, ചേട്ടാ, എല്ലാവർക്കും ഹാപ്പി ഓണം. ഒരുപാട് സന്തോഷം. ബിക്കോസ് നമ്മൾ ഓണ സമയത്ത് കുറേ ഷൂട്ടിന് പോവും, എടുക്കും, വിശേഷങ്ങൾ പറയും.
പക്ഷെ ശരിക്കും ഇവിടെ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ക്രൂവിന് ഫുള്ള് വന്നിട്ട് ഒരു ഫാമിലി സ്വന്തം വീട് പോലെ രാവിലെ വരുന്നു കയറി വരുന്നു. മീനച്ചിയുടെ വീട്ടിൽ മുകളിൽ തൊട്ട് താഴെ വരെ കയറുന്നു ഇറങ്ങുന്നു, ഇഷ്ടമുള്ള ആഹാരം മാറി കഴിക്കുന്നു. അങ്ങനെ ഇങ്ങനത്തെ ഒരു ഓണം ഷൂട്ട് എനിക്കില്ല, ഇതിന് മുന്നേ പറയാനില്ല. ഇനി എവിടെയെങ്കിലും പോയാലും പറയാനൊരു മാതൃക എനിക്ക് ഇതേ ഉള്ളൂ. ഇവിടെ വന്നപ്പം ശരിക്കും നമ്മൾ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും സന്തോഷവും ഒത്തൊരുമയും സ്നേഹവും അതൊക്കെയാണല്ലോ, അതെല്ലാം ശരിക്കും കാണാൻ പറ്റി, എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം ഞങ്ങളുടെ ഒരു ചെറിയൊരു ഓണസമ്മാനം കൂടിയുണ്ട്, ഞാൻ എടുത്തിട്ട് വരട്ടെ എല്ലാവർക്കും. ചേച്ചി ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം ചേച്ചി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ചേച്ചി. ഹാപ്പി ഓണം ചേച്ചി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ചേട്ടാ. ഹാപ്പി ഓണം ചേച്ചി. ഹാപ്പി ഓണം ചേച്ചി. ഹാപ്പി ഓണം ചേച്ചി. ചേട്ടാ ഹാപ്പി ഓണം. പാൻറ്റൊക്കെ മാറ്റി മുണ്ട് കൊടുക്കണം കേട്ടോ ഓണത്തിന്. ഹാപ്പി ഓണം ചേട്ടാ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. വിനേശ് ഇപ്പോൾ ഓണം അടിപൊളിയായി. അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ള എല്ലാവർക്കും? എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഹാപ്പി ഓണം ആഘോഷിക്കാന്നുള്ള. അപ്പൊ ഒരുമിച്ച് ഒരു ഹാപ്പി ഓണം നമുക്ക് എല്ലാവർക്കും കൂടി പറഞ്ഞാലോ? അപ്പം റെഡി, 1 2 3 ഹാപ്പി